ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം യെശയ്യാ പ്രവചനം 31 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി മലാഖി പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. മലാഖി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. പഴയ നിയമത്തിലെ ഏറ്റവും അവസാന പുസ്തകമാണ് മലാഖി. മലാഖി എന്ന പേര് പഴയ നിയമത്തിൽ മലാഖി പ്രവചനത്തിൻ്റെ മേലെഴുത്തിൽ അഥവാ തലക്കെട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ. കാരണം മലാഖി എന്നത് ഒരു വ്യക്തിനാമമല്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എൻ്റെ ദൂതൻ എന്ന അർത്ഥമാണ് മലാഖി എന്ന പദത്തിന് ഉള്ളത്. അതിനാൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് പോലെ എനിക്ക് മുമ്പായി വഴി ഒരുക്കേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന പ്രസ്താവനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മലാഖി എന്ന തലക്കെട്ട്. കഠിനമായ വരൾച്ചയും വെട്ടുകിളിയുടെ ശല്യവും ഉണ്ടായ സമയത്താണ് ഈ പ്രവാചകൻ രംഗത്തേക്ക് വരുന്നത്. യെരുശലേം ദേവാലയത്തിലെ ആരാധനയെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ ഗ്രന്ഥകർത്താവ്. അതിനാൽ പൗരോഹിത്യത്തിനും ഈ യാഗകർമാദികൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു ഈ പ്രവാചകന്റെ ദർശനം. ഈ പ്രഭാതത്തിൽ ഈ പ്രവാചകനെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, അഗാധമായ ദേശീയ ബോധമുള്ള വ്യക്തിയാണ് ഗ്രന്ഥകാരൻ. ഈ ഗ്രന്ഥത്തിൻ്റെ, അതായത് മലാഖി പ്രവചനത്തിൻ്റെ എഴുത്തുകാരൻ ആരു തന്നെ ആയിരുന്നാലും അദ്ദേഹം അഗാധമായ ദേശീയ ബോധമുള്ള വ്യക്തി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അന്യജാതിയിൽപ്പെട്ടവരുമായുള്ള മിശ്രവിവാഹം അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാതിരുന്നു. കാരണം അവരിൽ കൂടി മറ്റു ജാതിക്കാരുടെ ഇടയിൽ നിലവിലിരുന്ന ആരാധനാ രീതികൾ ഇസ്രായേലിലേക്ക് കടക്കുകയും അതിലൂടെ അവരും അവരുടെ സ്ഥലവും അശുദ്ധമായി തീരും എന്ന് പ്രവാചകൻ ഭയന്നിരുന്നു. എഴുത്തുകാരൻ തീക്ഷ്ണമായ മതഭക്തിയുള്ള വ്യക്തിയായിരുന്നു. അതിനാൽ പുരോഹിതന്മാരുടെ ഇടയിലുണ്ടായിരുന്ന മന്ദീഭവിച്ച വിശ്വാസവും മതപരമായ കർമാദികളോടുള്ള അവഗണനയും പ്രവാചകൻ എടുത്തു കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു നവീകരണ നേതാവായി ഈ പ്രവാചകൻ നേതൃനിരയിലേക്ക് വരുന്നു. രണ്ടാമതായിട്ട്, ദൈവവചനം സ്വീകരിപ്പാൻ പ്രബോധിപ്പിക്കുന്ന ഗ്രന്ഥകാരൻ. മലാഖി പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന പ്രവാചകം എന്ന പദത്തിന് ഭാരം എന്നും അർത്ഥമുണ്ട്. അതിനാൽ യഹോവയുടെ വചനം മനുഷ്യന് ലഭിക്കുമ്പോൾ വഹിക്കുവാൻ പാടില്ലാത്ത വിധം അത് ഭാരമുള്ളതായിരിക്കും. ഈ ദൈവവചനം മനുഷ്യർ സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ എന്ന് പ്രവാചകൻ പ്രബോധിപ്പിക്കുന്നു. യഹോവയും ജനങ്ങളും തമ്മിലുള്ള ഒരു ചോദ്യോത്തര രീതിയിലാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പാപം അഥവാ പാപത്തെ ദൈവം ശിക്ഷിക്കും എന്നുള്ള ഒരു സത്യമാണ്. എന്നാൽ ആ പാപത്തിൽ നിന്നും മനം തിരിഞ്ഞു വന്നാൽ ദൈവം വിടുതൽ നൽകുകയും ചെയ്യും. മാത്രമല്ല, ന്യായവിധിയുടെ ദിവസം സമീപിച്ചിരിക്കുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് നീതിമാന്മാർക്ക് സന്തോഷിക്കുവാനുള്ള ദിവസമായിരിക്കും എന്ന് പ്രവാചകൻ ശക്തമായി രേഖപ്പെടുത്തുന്നു. എന്നാൽ ആ ദിവസം ദുഷ്ടന്മാർക്ക് അഥവാ ദൈവവചനം ഗണ്യമാക്കാത്തവർക്ക് അതിഭയങ്കരമായ ശിക്ഷ ലഭിക്കും എന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ കപടഭക്തിയും ആത്മാർത്ഥതയില്ലാത്ത ആരാധനാ ജീവിതങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ചൂള പോലെ കത്തുന്ന ന്യായവിധിയിൽ നിന്നും തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വിടുവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയിലേക്കും അങ്ങയുടെ വചനത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.